നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഏറെ ദുഃഖമുള്ള ഒരു ദിവസമാണ്. SPBയുടെ നിര്യാണം. ആ ദുഃഖത്തിനൊപ്പം 99 വർഷം മുമ്പ് നടന്ന ഒരു കൂട്ടക്കൊലയുടെ ദുഃഖവും നമുക്ക് ഇന്നുണ്ട്. സെപ്റ്റംബർ 25 ഇന്നാണ് തുവൂരിൽ ഒരുമിച്ച് മനുഷ്യരെ വിചാരണ ചെയ്ത് ഓരോരുത്തരെയായി കൊണ്ടുപോയി തുവൂർ കിണറ്റിലേക്ക് തലവെട്ടിയിട്ടത്. എത്ര പേർ മരിച്ചു എന്നുള്ളത് ഇന്നും ഊഹക്കണക്ക് മാത്രമേ ഉള്ളൂ. തുവൂരിലെ കിണറിലേക്ക് ഓരോരുത്തരും വീഴുമ്പോഴും വെട്ടേറ്റ് വീഴുമ്പോഴും അടുത്ത ഊഴം കാത്തു നിൽക്കുന്നവർ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അവർ ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നവരാണ്. അവരിൽ ആരോപിതമായിട്ടുള്ള കുറ്റം വെള്ളക്കാർക്ക് വെള്ളം കൊടുത്തു, വഴി പറഞ്ഞു കൊടുത്തു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ചാർത്തിയത്. ആ ഗ്രാമത്തിലെ മുഴുവൻ ഹൈന്ദവരെയും പിടിച്ച് കൈകൂട്ടിക്കെട്ടി നാൽക്കാലികളെ പോലെ കുന്നിൻ മുകളിലേക്ക് നടത്തി ആ കുന്നിൻ മുകളിലുള്ള പാറക്കെട്ടിൽ വെച്ച് കൊന്നാറത്തങ്ങൾ വിചാരണ ചെയ്തിട്ടാണ് കൊല ചെയ്തത്. അന്ന് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് ഒരിക്കൽ മാധവൻ നായരും മറ്റൊരു ഹൈന്ദവ നേതാവും കൂടി അവിടെ ചെന്നപ്പോൾ അവർക്ക് എണ്ണി നോക്കാൻ പറ്റി 20ഓളം തലയോട്ടികൾ അവർ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. സെപ്റ്റംബർ 25 തുവൂർ കിണറിൽ തലവെട്ടിയിട്ട ആളുകൾ മുഴുവനും അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം ആ കിണറ്റിൽ നിന്നും കരച്ചിൽ കേട്ടു എന്നുള്ളതാണ് സമീപവാസികൾ പറഞ്ഞത്. കാരണം മുഴുവൻ ആൾക്കാരും മരിക്കാതെ കിണറ്റിലേക്ക് വെട്ടുകൊണ്ട ആൾക്കാർ ഇവിടെയും കിണറ്റിലേക്ക് വീണിരുന്നു. അവർ മരണപ്പെട്ട ഡെഡ് ബോഡികൾക്കിടയിൽ നിന്ന് സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ ആ കിണറ്റിനടുത്തേക്ക് ആർക്കും അടുക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആരെങ്കിലും അടുത്തിരുന്നെങ്കിൽ അവരെയും തലവെട്ടിയിടും എന്നുള്ളത് നിശ്ചയമായിരുന്നു. 99 വർഷം മുമ്പ് നടന്ന ഈ ഹത്യ എന്തിനാണ് ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് ചിലരുടെ സംശയം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്ന ചിത്രം ഇട്ടിരുന്നു. ആ എറിഞ്ഞു കൊല്ലുന്നത് ശരീഅത്ത് നിയമപ്രകാരമാണ്. 1921 ശരീഅത്ത് നിയമമാണ് അന്നത്തെ ഹൈന്ദവരുടെ നേരെ പ്രയോഗിച്ചിരുന്നത്. ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ പുഴയിൽ കൊണ്ടുപോയി നിർത്തി തല വെട്ടി ഇടുക, കിണറ്റിലേക്ക് തല വെട്ടിയിടുക, ജീവനോടെ തൊലിയുരിക്കുക, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ഭാര്യയെ ബലാത്സംഗം ചെയ്യുക. ഇപ്പോൾ സഖാപ്പികൾ സാധാരണ പറയാറുണ്ട്, ഗർഭിണിയായ മുഴുഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഭ്രൂണം കുത്തിയെടുത്തു,
ശൂലം കൊണ്ട്. ഇപ്പം എപ്പോഴും പറയുന്ന കഥകളാണ്. മുഴുഗർഭിണിയായാൽ ആ സ്ത്രീക്ക് ഭ്രൂണമല്ല, കുഞ്ഞാണ് വയറ്റുണ്ടാവുക എന്നുള്ളത് പോലും ഓർക്കില്ല. എപ്പോഴും ഭ്രൂണം. ഈ ഭ്രൂണം തൃശൂലത്തിൽ കുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഭ്രൂണം തൃശൂലത്തിൽ കുത്തിയെടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ 1921 മുഴുഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറിലൂടെ വാൾ കയറി ഇറങ്ങിപ്പോയിട്ട് കുഞ്ഞ് വയറ് കീറി പുറത്തായ നിലയിൽ സ്ത്രീയെ കണ്ടവരുണ്ട്. ചരിത്രത്തിൽ ഞാൻ പറയുന്നതല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്. 99 വർഷത്തിന് ശേഷം തുവ്വൂർ കിണറിലെ ആത്മാക്കളെ ഓർക്കുവാൻ കാരണം ഒരുപക്ഷെ ഞാനായിരിക്കണം. കാരണം കുഞ്ഞമ്മ ത്യാജിയെ നായകനാക്കി ഒരു സിനിമ പൃഥ്വിരാജ് അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു അതിനെതിരെ നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷേ 1921 വീണ്ടും ഒരു ചർച്ചാ വിഷയമായത്. അക്കാര്യത്തിൽ സംശയമില്ല. ആ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ കോണിലുള്ള മലയാളികളും മാധവൻ നായരുടെയും നെടുങ്ങാടിയുടെയും പുസ്തകമെടുത്ത് വീണ്ടും വായിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ വായിച്ചപ്പോഴാണ് എന്തായിരുന്നു 1921 യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രങ്ങൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. ആരൊക്കെയോ പറഞ്ഞ സ്വാതന്ത്ര്യ സമരം അത് സ്വാതന്ത്ര്യ സമരമല്ലെന്നും ഹിന്ദു ഹത്യയായിരുന്നു എന്നും ഇന്ന് ലോകത്തിന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ന് തുവ്വൂർ ദിനമാണ് എന്ന് നമ്മളിൽ കുറച്ചു പേരെങ്കിലും ഓർക്കുന്നത്. സെപ്റ്റംബർ 25 തുവ്വൂരിലേക്ക് നിർദാക്ഷിണ്യം നിഷ്കളങ്കരായ ഹൈന്ദവരെ മാത്രമല്ല കേട്ടോ, 2-3 മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അവർക്കും ഹൈന്ദവരെ സഹായിച്ചു എന്നുള്ള കുറ്റമാണ് അവരിലും ചാർത്തിയത്. അപ്പോൾ ആ തുവ്വൂർ കിണറിൽ മരിച്ചുപോയ ഹൈന്ദവന്റെ പേര് കൊത്തിയ ഒരു കല്ല് പോലും ഇന്ന് ലോകത്ത് അവശേഷിപ്പില്ല. 1921 മരണപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളുടെ ഒരു രേഖയും ഒരു സ്മാരകവും ഇന്ന് ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. അന്ന് മരണപ്പെട്ട ഇംഗ്ലീഷുകാരുടെ പേരുകൾ കൊത്തിവെച്ച ഫലകം മലപ്പുറത്ത് നിന്നും അവിടുത്തെ ആളുകളുടെ നിർബന്ധപ്രകാരം അവിടുത്തെ MSP ക്യാമ്പിൽ നിന്നും അതിന്ന് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ സ്ഥാപിച്ച നിലയിൽ കാണാം. അതിൽ കുറച്ച് ഇംഗ്ലീഷുകാരുടെ പേരും കുറച്ച് ഇന്ത്യക്കാരുടെ പേരുമുണ്ട് അന്ന് കൊല്ലപ്പെട്ടവരുടെ. പക്ഷെ കൊല്ലപ്പെട്ട 10,000-കണക്കിന് ആളുകളുടെ പേരിൽ ഒരു സ്മാരകവും നിഷ്കളങ്കായിട്ടുള്ള മനുഷ്യർ, നിഷ്കളങ്കരെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവർ വേണമെങ്കിൽ 1, 2 അല്ലെങ്കിൽ 10 ഉണ്ടാവാം. ഇത് ആയിരക്കണക്കിന് മനുഷ്യർ. ഞാനിപ്പോൾ ഏകദേശം ഒരു മാസമായി ഈ 1921 ദൈനംദിന സംഭവങ്ങൾ വളരെ വേദനയോടുകൂടി ദിവസവും എഴുതി കുറിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു മാസമായി, കൃത്യമായി പറഞ്ഞ ഒരു മാസത്തോളമായി ഞാനിതിൻ്റെ എഴുത്ത് തുടങ്ങിയിട്ട്. ഈ എഴുത്ത് ഓരോ പേജും വേദനയുടെ പേജുകളാണ്, ഓരോ പേജും വഞ്ചനയുടെ പേജുകളാണ്.
നന്മയുടെ അംശങ്ങൾ ചില വെള്ളി നക്ഷത്രങ്ങൾ പോലെ ചില അംശങ്ങൾ ഉണ്ടെന്നതൊഴികെ ബാക്കി എല്ലാം വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളാണ്. മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു വീഡിയോ ഞാനിട്ടപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അത് വേദനിച്ചു? ഒരുപാട് പേര് പറഞ്ഞു അത് പിൻവലിക്കണം സാറേ, കാണാൻ വയ്യ, കണ്ടിരിക്കാൻ വയ്യ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പതിനായിരങ്ങൾ, നമ്മളിത് പറയുന്നത് പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ സിറിയയിലെയോ ബംഗ്ലാദേശിലെയോ ഒന്നും കാര്യമല്ല. ഈ കേരളത്തിൽ അങ്ങനെ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം പറയുന്നത് 1921 കാര്യം മാത്രമാണ്. അതിനു മുമ്പും ടിപ്പു സുൽത്താൻ ഇതേപോലെ കൊല ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവും ഇതേപോലെ കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ നാട് എന്തിനാണ് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ ഇവിടേക്ക് നോക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് ഇതിൻ്റെ വേരുകൾ, ഈ ഭീകരരുടെ വേരുകൾ, നിർദ്ദാക്ഷണം ഹത്യ ചെയ്യുന്നവരുടെ വേരുകൾ ഈ കേരളത്തിൽ നിന്ന് അറ്റുപോയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് ദിവസം മുമ്പ് പെരുമ്പാവൂരിൽ നിന്നും ഭീകരരെ പിടിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നു കേരളത്തിൽ 10ഓളം ജില്ലകളിൽ ഇനിയും ഭീകരന്മാരുണ്ട് എന്ന് ഷാനവാസിന് കുരുപൊട്ടിയിട്ടുണ്ട്. ക്ഷമിക്കണം സഹോദര, ഞാൻ പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുരുപൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ജനങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാം. ഇപ്പം ഇവിടെ വന്ന് ഈ പോസ്റ്റിടുന്ന ഷാനവാസ് ഈ വകുപ്പിൽപ്പെട്ട ആളാണ്. നിങ്ങൾ പേടിക്കണമെന്നല്ല, നിങ്ങൾ പേടിക്കണം. ഇവരെ പോലുള്ളവരാണ് ഈ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ സത്യം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വന്നിട്ട് ചിരിക്കുകയും നമ്മളെ കൊഞ്ഞനം കുത്തുകയും നമ്മളെ തെറി വിളിക്കുകയും ചെയ്യുന്നത്. ഇവർ ഭീകരരുടെ വക്താക്കൾ തന്നെയാണ്, സംശയിക്കണ്ട. നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന ആളുകളുടെ എത്രയോ ഇരട്ടി നമ്മുടെ സമൂഹത്തിൽ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന, ഈ ഭീകരർക്ക് ഒത്താശ ചെയ്യുന്ന മുസ്ലിം നാമധാരികളുണ്ട്. നമുക്കത് കാണാം. നമ്മുടെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഞങ്ങൾ 2050 അമ്പലങ്ങളൊക്കെ പിടിച്ചടക്കും, സ്വർണങ്ങളൊക്കെ എടുക്കും എന്നൊക്കെ ആഗ്രഹം പഠിപ്പിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരെ എനിക്കറിയാം. അതേപോലെ തന്നെ ഇതിനെ എതിർക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാരും നമുക്കിടയിലുണ്ട്. നന്മയും തിന്മയുമുണ്ട്. പക്ഷെ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് നന്മയുടെ അംശങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. ബാക്കി മൊത്തം ഈ പാകിസ്ഥാനി മുഖമുള്ള പച്ച നിറമുള്ള പച്ച മനുഷ്യർ അവരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇനിയും ഇത് സംഭവിക്കുമോ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. തുവ്വൂർ കിണർ ഇനിയും ആവർത്തിക്കുമോ? എൻ്റെ മനസ്സ് പറയുന്നു ആവർത്തിക്കാം. കാരണം കഴിഞ്ഞ വാട്സപ്പ് ഹർത്താലിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. അന്ന് ഹർത്താൽ നടക്കുമ്പോൾ അങ്ങനെ ഹർത്താലിനെ കുറിച്ച് നമുക്കറിയില്ല. പരവൂരിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ കുടുംബവും കൂടി തിരൂര് വഴിക്ക് പോവുകയാണ്. തിരൂരെത്തിയപ്പോൾ അവിടെ കലാപം നടക്കുന്നു, 3-4 ബസ്സുകൾ കത്തുന്നു. അവിടുന്ന് ഞങ്ങൾ ഭയപ്പാടോടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി. നമ്മുടെ പുതിയ പാലത്തിൻ്റെ തൊട്ട് മുമ്പിൽ, ചമ്രവട്ടം പാലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരുപാട് പേർ ഞങ്ങളെ വളഞ്ഞു. വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ തിരിച്ചറിയാവുന്ന ഏറ്റവും വലിയ മാർക്ക് ഈ കണ്ണടയാണ്. ഈ കണ്ണട ഞാൻ ഊരി, എന്നിട്ട് ഞാൻ ഇങ്ങനെ പല്ലുവേദന പോലെ ഞാൻ ചെവി അടക്കി പിടിച്ച് നിന്നു. എൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു ഗുരുവായൂർ എന്ന് പറഞ്ഞോന്ന്. കാരണം ഞാനാണെന്ന് തിരിച്ചറിയരുതല്ലോ, ഹൈന്ദവരാണെന്ന് കരുതിക്കോട്ടെ. ഭാര്യ അത് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞങ്ങളോട് പറഞ്ഞു സൈഡിലേക്ക് മാറ്റിയിട്ട് വണ്ടിയെന്ന്. ഞങ്ങൾ മാറ്റിയിട്ടു. 1 മണിക്കൂർ. അപ്പോൾ ആ മാറ്റിയിടുമ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ചുറ്റും വന്ന ലഹളക്കൂട്ടത്തെ കണ്ടപ്പോൾ
ഞാൻ നമ്മൾ മെനഞ്ഞാന്ന് പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിലുള്ള മാതിരി അക്കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു. 10-12 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ പട്ടികയുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കാറിന് ചുറ്റും ആക്രോശിച്ച് നടന്നു. എന്നിട്ട് അതുവഴി വന്ന മുസ്ലിങ്ങളുടെ വണ്ടികൾ, പർദ്ദ ധരിച്ചു വന്നവരുടെ തലക്കെട്ടുകാരുടെ വണ്ടികളൊക്കെ കടത്തിവിട്ടു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളിപ്പോൾ അങ്ങനെ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഞങ്ങളെ അവിടെ തടഞ്ഞു വെച്ചതിന് ശേഷമാണ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഡൽഹി കണ്ടു, ഡൽഹി കലാപം, ഇന്നതിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി കലാപവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. എത്ര കൊലപാതകങ്ങൾ എത്ര സമയത്തിനുള്ളിൽ നടത്തി, അത് നമ്മൾ ചിന്തിക്കണം. അതിനാരൊക്കെ ഒത്താശ ചെയ്തു, അതിൻ്റെ ഓരോ വശങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപം എങ്ങനെയാണ് ആ കലഹം സൃഷ്ടിച്ചതെന്നും എത്ര പേരെ എങ്ങനെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ചെന്നും എന്തിനു വേണ്ടിയാണ് ആ കലാപം നടത്തിയത് എന്നുള്ള വിവരങ്ങൾ ഇന്ന് ഡൽഹി പോലീസ് ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരികയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പം നമുക്ക് കേരളത്തിലെ സ്വർണ്ണക്കടത്തും ലഹരി മാഫിയയും ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഇത്തരം ശക്തികളിലേക്ക് തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട, ഇത്തരം ശക്തികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവേണ്ടുന്ന സമയമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങൾ, ഇപ്പം ഇവിടെ വന്ന് വേണ്ടാത്ത തോന്നിവാസം പോസ്റ്റ് ചെയ്യുന്ന മുസ്ലിം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഇത് സമുദായത്തിന് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള ബോധമുണ്ടായിരിക്കണം. പാലിൽ ഒരു ചെറിയ അംശം വിഷം ചേർന്നാൽ അത് വിഷമായിട്ട് മാറി. സമൂഹത്തിന് മുമ്പിൽ തല നിവർത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം സമുദായം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിടിക്കുന്ന ന്യൂസുകളിൽ 90% കഞ്ചാവ് കടത്തും കള്ളക്കടത്തും നടത്തുന്നവരുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കണം. സ്വർണം കടത്തുന്നവരുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യങ്ങളുടെ പോക്കറ്റ് എങ്ങോട്ടാണെന്ന് ഇതര സമുദായങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കുറച്ച് ഭീകരർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മുഴുവൻ ശിക്ഷയും സമുദായം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഈ മൗനമുണ്ടല്ലോ, ഈ തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ, രാജ്യദ്രോഹികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാം കാണിക്കുന്ന മൗനമുണ്ടല്ലോ, ആ മൗനം തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്ന കാര്യം. പറയേണ്ടതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ 1921 ഇനിയും ആവർത്തിക്കും, യാതൊരു സംശയവും വേണ്ട. അതിന് കോപ്പ് കൂട്ടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിടയിൽ അവരുണ്ട്. എങ്ങനെ 1921 വീണ്ടും ആവർത്തിക്കണം? തുവൂർ കിണർ പോലെ ഇന്ന് നിലവിലുള്ള എല്ലാ കിണറുകളിലും ജഡങ്ങൾ വീഴണം എന്നാഗ്രഹിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആധുനിക കാലമല്ലേ? ആധുനിക കാലത്താണ് കേവലം 10 വോട്ടിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ സഖാവ് എന്താണ് ചെയ്യുന്നത്? ഖുർആനെ മറയാക്കി പരിചയാക്കി ഇലക്ഷനെ നേരിടുന്നു. നല്ല കാര്യമാണ്. പിണറായി വിജയൻ സഖാവ് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? നീ ഒരു ഖുർആനും കൊണ്ടുവന്നിട്ട് എന്ത് തോന്നിവാസവും ചെയ്തോ, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, മുറ്റിയ കംപ്ലീറ്റ് സഖാക്കന്മാർ, എൻ്റെ ഈ ലൈവ് കാണുന്ന CPM-നകത്തുള്ള ഹൈന്ദവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പാർട്ടി എവിടെയാണ് നിൽക്കുന്നതെന്ന്, ആർക്കു വേണ്ടിയാണ് ഓശാന പാടുന്നതെന്ന്, എന്നാണ് നിങ്ങളുടെ പാർട്ടിക്ക് വിശുദ്ധ ഖുർആനോട് ഇത്രയും വലിയ സ്നേഹം തോന്നി തുടങ്ങിയതെന്ന് പ്രിയ സഖാക്കളെ
ഹൈന്ദവ സഖാക്കളെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഏത് തൊഴുത്തിലേക്കാണ് അവർ കൊണ്ടു കെട്ടാൻ പോകുന്നത് എന്നും ചിന്തിക്കണം. നിങ്ങൾ നാളെ രാജിവെച്ച് BJP-യിലേക്ക് വരണമോ കോൺഗ്രസിലേക്ക് പോകണമെന്നോ അല്ല പറയുന്നത്. നിങ്ങളുടെ പാർട്ടി ചെയ്യുന്ന നയങ്ങള്, നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ഈ സമൂഹത്തെ, നിങ്ങളുടെ പാർട്ടി കേവലം 4 വോട്ടിനും അധികാരത്തിനും വേണ്ടി പിണറായി വിജയൻ സഖാവ് കാണിക്കുന്ന ആ തോന്നിവാസം എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഖുർആൻ ഒരു പരിചയമായിട്ടാണ് പിടിക്കുന്നത്, തോന്നിവാസം കാണിക്കാനുള്ള ഒരു പരിചയമായിട്ട്. എന്നിട്ട് ആ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സാമാന്യ മുസ്ലിം ജനതയെ 10 വോട്ടിനു വേണ്ടി തെറ്റിദ്ധരിപ്പിച്ച് മതഭ്രാന്തന്മാർക്ക്, സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക്, ഹാഷിഷ് കടത്തുകാർക്ക് വേണ്ടി ഒത്താശ പാടുകയാണ്. തിരിച്ചറിയണം ജനം. തുവ്വൂർക്കിടറിനെ ഓർമ്മിക്കുമ്പോൾ അന്നും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരുണ്ട്. കോൺഗ്രസിന് ഈ പാതകത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? അന്നത്തെ കോൺഗ്രസ്സുകാരൻ 1921 മാധവൻ നായരും ഒരുപാട് പേരും അന്നത്തെ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ഇതിനെ അപലപിച്ചുകൊണ്ട് എഴുതുകയെങ്കിലും ചെയ്തു. പക്ഷെ ഇന്നത്തെ കോൺഗ്രസ്സുകാരോ, അവർ ഈ വാര്യംകുന്നനെ മഹാനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. വാര്യംകുന്നൻ എന്താ ചെയ്തത് എന്ന് മലപ്പുറത്തെ സകല മുസ്ലിങ്ങൾക്കും അറിയാം, ഹൈന്ദവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. എന്നിട്ടും കേവല വോട്ടിനു വേണ്ടിയിട്ട് അന്ന് നടന്ന കിരാത സംഭവങ്ങളെ നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യ സമരമായും കാർഷിക വിപ്ലവമായും ഇവർ ചിത്രീകരിക്കുന്നു. ഒരുപക്ഷെ 99 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കണം ഇത്രമാത്രം 1921 ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപാട് ഫേസ്ബുക്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് എഴുതി. അവർക്കൊക്കെ നമ്മൾ നന്ദി പറയണം. ചരിത്രത്തിന്റെ ഓരോ ഏടുകളും നുള്ളിപ്പെറുക്കി എടുത്തുകൊണ്ടുവന്ന് ജനസമക്ഷം അവർ വിതരണം ചെയ്തു. ആ വിതരണം ചെയ്തപ്പോഴാണ് 1921 കലാപങ്ങളെ കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ആ 1921 വായിച്ച് മറന്നു പോകുന്നതായി മാറരുത്. അതിനെ ഒരു തെളിവായി, ഡിജിറ്റൽ തെളിവായി ശബ്ദവും നിലവിളികളും പലായനങ്ങളും നിറഞ്ഞ ആ സംഭവങ്ങളെ നമ്മൾ ചിത്രീകരിച്ച് സൂക്ഷിച്ചു വെക്കണം വരുന്ന തലമുറയ്ക്ക് എന്ന് തീരുമാനിച്ചത്. ആ തീരുമാനമെടുത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ പോവുകയാണ്. നിങ്ങളിൽ കുറെ പേരുണ്ട് അതിൻ്റെ കൂടെ പോകുന്നത്. ഈ 24-ാം തീയതി ആ തീരുമാനം എടുക്കുന്നത് പോലും 24-ാം തീയതിയാണ്. നിങ്ങൾക്ക് നോക്കാം. 3-ാമത്തെ മാസമാണ് നമ്മൾ ഈ തീരുമാനമെടുത്തിട്ട് 84,04,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നു. 84,04,000 രൂപ വന്നിട്ടുണ്ട്. പക്ഷെ അത് എവിടെയും എത്തില്ല. അതുകൊണ്ട് എവിടെയും എത്താൻ പറ്റില്ല. കാരണം ഇത് എഴുതി വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 100 കണക്കിന് വീടുകളും വേണം. ഇത് ഒരു കുടുംബത്തിൽ സംഭവിച്ചതല്ല. വള്ളുവനാട്, അതായത് ഭാരതപ്പുഴ മുതൽ ചാലിയാർ പുഴ വരെയുള്ള പ്രദേശങ്ങളിലെ മൊത്തം ജനങ്ങളുടെ കഥയാണ് 1921. ഒരുപാട് കുടുംബങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വേദന അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എഴുതി വരുമ്പോഴാണ് ഇത് എത്രമാത്രം പരന്നു കിടക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് ഇവർ, എത്ര ഗുണ്ടകളുണ്ടായിരുന്നു, എത്ര കശ്മലന്മാരുണ്ടായിരുന്നു, എത്ര
മതവെറിയന്മാരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. കാരാടൻ മൊയ്തീൻ കുട്ടി പഠിക്കേണ്ട കാതർപത്ര. കാരാടൻ മൊയ്തീൻ തുവൂർ കിണർ പോലെ തന്നെ നാഗാളിക്കാവില് ഹൈന്ദവരെ പിടിച്ചു കെട്ടി കുടുംബ വടിച്ച് ഇസ്ലാമിൽ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെ കൂട്ടമായി കൊണ്ടുപോയി നാഗാളിക്കാവിലെ കിണറ്റിലേക്ക് അരിഞ്ഞു തള്ളി. അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെട്ടുകൊണ്ട് രാത്രിയിൽ കാട്ടുവള്ളിയുടെ സഹായത്തോടെ കരയിൽ വന്ന് 8 കിലോമീറ്ററോളം നീങ്ങിയ ഒരു കഥാപാത്രത്തിനെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. നാഗാളിക്കാവിൽ നിന്ന് ഡെഡ് ബോഡിയുടെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് കുന്നമംഗലത്ത് ബ്രിട്ടീഷ് അധികാരികളെ മുമ്പിലെത്തിയ ഒരാള്. അദ്ദേഹത്തിന്റെ പടമുണ്ട്, നിങ്ങൾ മാധവൻ നായരുടെ പുസ്തകത്തിൽ ഉണ്ട്. പുറത്ത് നിറച്ചും വെട്ടുകൊണ്ട ഒരു കഥാപാത്രം. അങ്ങനെ ഒരുപാട് പേർ കത്തിച്ച് രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട്. വെട്ടുകൊണ്ടിട്ട് മുറിയാതെയും. അതിലൊരു പിതാവിൻ്റെ, ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് എഴുതിയത്, ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ മകനെയും 4 മരുമക്കളെയും കൊന്നു. ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി ലഹളക്കാർ. പിന്നീട് ആ പിതാവ് നാരായണൻ നായർ, ആ നാരായണൻ നായർ ബാക്കി ആകെ കൂടി ഉള്ളതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി മാസങ്ങളോളം അയാൾ അലഞ്ഞു തൻ്റെ മകളെ തേടിയിട്ട്. അങ്ങനെ തേടി നടക്കുമ്പോൾ മാസങ്ങൾക്ക് ശേഷം കണ്ണൂർ ജയിലിൽ വെച്ച് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തങ്ങള് ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു അവൾ ഇന്ന ഇടത്തുണ്ട് എന്ന്. അങ്ങനെ ആ പിതാവ് പോലീസിന്റെ സഹായത്തോടു കൂടി ചെല്ലുമ്പോൾ കുറേ മുസ്ലിം വേഷധാരിയായ സ്ത്രീകളുടെ നടുക്ക് ഈ കുട്ടി ഇരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും നാരായണൻ നായർ ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി. മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. അത് വായിച്ചതിന് ഒന്നല്ല 2-3 പുസ്തകങ്ങൾ, ബ്രിട്ടീഷ് രേഖകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ ആ വായിച്ച് സമകാലികമായിട്ടുള്ള അവസ്ഥയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ സമൂഹം, ആ ദാഷ്ട്യം, ക്രൂരത ഇവിടെ നിന്ന് വേരറ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരാൾ കഷ്ടപ്പെട്ട് ചിരിയിടുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. ചിരി വന്നുകൊണ്ടിരിക്കുന്നു, അട്ടഹസിക്കുകയാണ്. ആ ചിരിയാണ് സൂക്ഷിക്കേണ്ടത്. ആ ചിരിയിടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സൂക്ഷിക്കണം. ഇപ്പോ നമ്മുടെ രാജ്യത്ത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കേസിൽപ്പെട്ട ഒരു കേസ് തന്നെയാണത്. NIA അന്വേഷിക്കുന്നു. അപ്പോഴും ഈ ചിരി തന്നെ വേണം. ഈ ചിരി തുടർന്നു കൊണ്ടിരിക്കണം. സമൂഹത്തിൽ ഈ പറയുന്ന സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കുന്ന സുഡാപ്പികളും സഖാപ്പികളും, രണ്ടും, സുഡാപ്പികളും സഖാപ്പികളും, അവരെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. സംശയിക്കണ്ട. അവർ എനിക്ക് വേണ്ടി ബോംബ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ രാജ്യം വരും വരെ, അവരുടെ ഭരണം വരും വരെ അവർ പോരാട്ടം തുടരും. 10,400 വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു പോരാട്ടം തന്നെയാണത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും
സമാധാനം കെട്ടടങ്ങിയിട്ടുണ്ട്. ഇന്ന് യൂറോപ്പ് വേദനിക്കുന്നു, ഏഷ്യ വേദനിക്കുന്നു. ഈ വേദനയുടെ പുറകിലൊക്കെ 1921 അംശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. 1921 അംശങ്ങൾ അത് തന്നെയാണ് സിറിയയിൽ സംഭവിക്കുന്നത്, അത് തന്നെയാണ് ഇറാഖിൽ സംഭവിക്കുന്നത്. എന്തിന്? സൗദി രാജാവിന് പോലും ഭയപ്പെടേണ്ടുന്ന കാലമായിരിക്കുന്നു. അദ്ദേഹം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു, പർദ്ദ മാറ്റി. ഇനി അദ്ദേഹത്തെയും കൊല്ലാൻ വേണ്ടി ആര് മുന്നോട്ട് വന്നിരിക്കുന്നു? അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ, സൗദി രാജാവിനെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. ഇവിടെ ഇവർ പറയുന്നത് RSSന് നേരെയുള്ള RSSകാരല്ല ഇവരുടെ ലക്ഷ്യം. RSSകാർ മാത്രമല്ല, ഹൈന്ദവർ മുഴുവൻ ഇവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ക്രിസ്ത്യാനികൾ മുഴുവനും ഇവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടല്ലോ വലിയൊരു മൊയ്യാർ പറഞ്ഞത്, ഇവിടുത്തെ സകല സമസ്ത ഗിമസ്തയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പള്ളി വിട്ടുതരൂ, വെള്ളിയാഴ്ചത്തെ കുത്തുബ വിട്ടുതരൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിത്തരാം എന്ന് പ്രസംഗിച്ചത് കേട്ട ആളുകളാണ് നമ്മൾ. അപ്പോ ഇത് നമുക്കിടയിലില്ല എന്ന് വിശ്വസിക്കരുത്. ആ ഓർമ്മപ്പെടുത്തലാണ് സെപ്റ്റംബർ 25 തുവ്വൂർ കിണർ ദിനം ആയിട്ട് നമ്മൾ ആ ദുഃഖം ഒന്ന് വീണ്ടെടുക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. ലോകത്തില് സുഡാപ്പികളോട് പറയട്ടെ, ഒരു ഹൈന്ദവനും മറ്റുള്ളവരെ തൻ്റെ ഹൈന്ദവ മതത്തിലേക്ക് ഇന്ന് വരെ ക്ഷണിച്ചതായിട്ട് അറിവില്ല. അപ്പൊ കർവാപ്പസി ഉണ്ടോ എന്ന് ചോദിക്കും. കർവാപ്പസി ഉണ്ട്. ഈ മതത്തിൽ നിന്ന് പോയവർ തിരിച്ചു വരുന്നതിൽ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? അതല്ലാതെ നിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ ഭഗവത്ഗീതയും കൊണ്ട് നടക്കുന്ന ആരെയും നിങ്ങൾ കാണില്ല. എവിടെയും മതം മാറ്റ കേന്ദ്രങ്ങൾ നിങ്ങൾ കാണില്ല. ഹൈന്ദവ മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ട് വരൂ, നിങ്ങൾക്ക് ഇന്ന സ്വർഗരാജ്യം തരാം, അതല്ലെങ്കിൽ ഇന്നത് തരാം എന്ന് പറഞ്ഞ് മതം മാറ്റാനുള്ള വ്യവസ്ഥ ഇവിടുത്തെ ഹൈന്ദവനില്ല. പിന്നെ ആർക്കാണുള്ളത്? അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ക്രിസ്ത്യാനികൾ ചിന്തിച്ചു തുടങ്ങി. ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഇപ്പൊ അവർക്ക് കുറച്ചുകൂടി വ്യക്തമായി. പിണറായി വിജയൻ സഖാവിന്റെ ഖുർആൻ പ്രേമം കണ്ടപ്പോൾ തന്നെ കുറച്ചും കൂടി ബോധ്യപ്പെട്ടു ഈ പോക്ക് അപകടത്തിലേക്കാണ്. തങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. തങ്ങളുടെ പെൺകുട്ടികളെ ജിഹാദിലൂടെ അവർ കൊണ്ടുപോകുന്നു എന്ന് ഇന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി. നല്ലത്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് അത്ര ബോധ്യം വന്നിരുന്നില്ല. ഇന്ന് ഇടവകയിൽ കണക്കെടുത്തപ്പം അവർക്ക് ബോധ്യം വന്നിരിക്കുന്നു, തങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നവർ മനസ്സിലാക്കി. ഇന്ന് തിരിച്ചറിവിന്റെ പാതയിലാണ് ക്രിസ്ത്യാനികൾ. അവർ ഒത്തുചേരുന്നു. അവരുടെ എണ്ണം കുറഞ്ഞു പോകാതിരിക്കാൻ, അതല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ തന്നെ അവർ ഇല്ലാതാവും എന്നുള്ള ഉത്തമ ബോധ്യവും അവർക്ക് വന്നിട്ടുണ്ട്. ചില സഭകൾക്കെങ്കിലും, ഇനി മുഴുവൻ സഭകൾക്കും, കാരണം അതിലും ഇതുപോലെ പെന്തക്കോസ്തുകാരെ കൊണ്ടല്ല മതം മാറ്റാൻ നടക്കുന്ന പെന്തക്കോസ്തുകാർ, അതൊക്കെ തീരാൻ പോകുന്നത് ഇതൊക്കെ പച്ച കുപ്പായത്തിൽ വന്നിട്ടേ അവസാനിക്കുള്ളൂ, അല്ലാതെ ഇത് വേറെ രീതിയിൽ അവസാനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം, ഈ സെപ്റ്റംബർ 25 ഓർക്കപ്പെടേണ്ടുന്ന ദിവസമാണ്. 1921 വാർഷികം ആഘോഷിക്കുമ്പോൾ, ശുഹദാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനും ഒരു ബാധ്യതയുണ്ട്. അന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീരൊഴുക്കാൻ, പിണ്ടം വയ്ക്കാൻ, കൈകൊട്ടി കാക്കയെ വിളിക്കാനുള്ള ബാധ്യത
ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. പലപ്പോഴും ഞാൻ ഇതൊക്കെ വിളിച്ചു പറയാൻ മടിച്ചിട്ടുള്ളത് എന്തിനാണ് അലി അക്ബർ ഇത് എല്ലാ കാര്യവും ഇടപെടുന്നത് എന്ന് ഹൈന്ദവ സമൂഹത്തിൽ തന്നെ തോന്നിയേക്കാം. പക്ഷെ ആരും പറയാനില്ലാത്ത ഒരവസ്ഥയിൽ ചിലപ്പോൾ പറഞ്ഞു പോകുന്നതാണ്. 1921 സിനിമ വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഏറ്റെടുത്തു പോയതാണ്. അത് ഏറ്റെടുത്ത് ഇത്രയും ഞാൻ കൊണ്ടുപോയി. ഞാൻ എന്ന വ്യക്തിയെ വിശ്വസിച്ച് 84 ലക്ഷം രൂപ ഇതുവരെയും വന്നു. ആരുടെയും അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ പുറത്തല്ല അത്. ഒരു വ്യക്തി ചോദിച്ച, ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയും തുക പൊതുജനങ്ങളിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി വരുന്നത്. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ പണം മാത്രം മുതൽ മുടക്കുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. ഇതങ്ങനെയല്ല, കോടികളുടെ ചിലവ് വരുന്ന ഒരു സിനിമയാണ്. അതിൽ ഏകദേശം 1 കോടിയിലേക്ക് ജനങ്ങളുടെ പണം എത്തുന്നു. ഇനി കുറച്ചുകൂടി എൻ്റെ സഹോദരങ്ങൾ വേഗത കൂട്ടണം. കാര്യങ്ങൾക്ക് തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു നേർരേഖ ആയിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്ത ആയിരുന്നു കഴിഞ്ഞ മാസം വരെ. ഇന്നത് അതിന് ഒരു നിശ്ചിതമായിട്ടുള്ള രൂപമായിട്ടുണ്ട്. ആ നിശ്ചിതമായ രൂപം നിങ്ങൾ കാണാത്തതല്ല, നിങ്ങൾ കണ്ട രൂപം തന്നെയാണ്. അനുഭവങ്ങൾ തന്നെയാണ്, നിങ്ങൾ വായിച്ചത് തന്നെയാണ്. അതിനെ ഞാൻ ഒരു ദൃശ്യവൽക്കരിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ. ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. കാരണം ചരിത്രത്തിൽ നിന്ന് എല്ലാം എന്തു പറയണമോ അത് വീണ്ടെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഡേറ്റ് വൈസ് ആദ്യം എന്തുണ്ടായി, രണ്ടാമത് എന്തുണ്ടായി, മൂന്നാമത് എന്തുണ്ടായി, എങ്ങനെയാണ് 1921 ഈ പറയുന്ന ഹൈന്ദവ ഹത്യ അവസാനിച്ചത് എന്നുള്ള ഒരു രേഖ അതിങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. ആ ചിതറിക്കിടക്കുന്നതിന് ഞാനെടുത്ത് ഒരു നേർരേഖയിലാക്കി എന്നുള്ളത് മാത്രമാണ്. ആ ഞാൻ ഉണ്ടാക്കിയ നേർരേഖയെ ഇനി ചർച്ചയ്ക്ക് വിധേയമാക്കും. ഞാനതിൻ്റെ ഫ്രഷ് കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചെഴുതിയതിൻ്റെ ഫ്രഷ് കോപ്പി എടുത്തുകൊണ്ടിരിക്കുക. അതിവിടുത്തെ പ്രമുഖർക്ക് കൊടുത്ത് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് വേണം ഇതാണ് ഫൈനൽ എന്ന് തീരുമാനിക്കാൻ. അത് അടുത്ത 1 മാസം കൊണ്ട് തീരും. നമ്മുടെ ഷൂട്ടിംഗ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ തുടങ്ങണം. കോവിഡ് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ആൾക്കൂട്ടം കുറഞ്ഞ സീക്വൻസ് തുടങ്ങി ഫെബ്രുവരി മാർച്ച് 3 മാസമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ വീട്ടിലും 1-2 സീനുകൾ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വീടുകൾ വേണം. ഒറ്റപ്പാലം ആ ഭാഗത്തുള്ളവർ, അതേപോലെ ഷൊർണൂർ ഭാഗത്തുള്ളവർ ഫ്രീ ആയിട്ട് വീടുകൾ തരാൻ, തറവാടുകൾ തരാൻ തയ്യാറുണ്ടെങ്കിൽ എന്നോട് ബന്ധപ്പെടണം. വലിയ പണം കൊടുത്തിട്ടൊന്നും നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ദേശത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ദൂരെ ഓടാൻ നമുക്ക് കഴിയുകയുമില്ല. ഇപ്പം മനകളും പഴയ തറവാടുകളും ഉള്ളത് ഒറ്റപ്പാലം മുതൽ പാലക്കാട് വരെയാണ്. ആ ഏരിയയിലുള്ളവർ, എനിക്ക് വീട് തരാൻ തയ്യാറുള്ളവർ ഷൂട്ടിങ്ങിന് എന്നെ അറിയിക്കണം. ഒറ്റപ്പാലം മുതൽ നമുക്ക് ഷൊർണൂർ ആ ഭാഗം മുഴുവനും നമുക്ക് ഷൂട്ടിങ്ങിന് ഓടിയെത്താവുന്ന ദൂരമാണ്. എവിടെയെങ്കിലും സെൻട്രലൈസ് ചെയ്തിട്ട്. മറ്റൊന്ന്, പഴയ ഗ്രാമങ്ങൾ തേടി പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് ലൊക്കേഷൻ കാണാൻ വരുന്നുണ്ട് പാലക്കാടുള്ള സുഹൃത്തുക്കളും. ആ പഴമ നിലനിർത്തുന്ന 1921 വലിയ പോസ്റ്റുകളില്ലാത്ത
മൺ റോഡുകൾ, പഴയ ഓടിട്ട വീടുകൾ, ഇതൊക്കെ പഴയ ഏതെങ്കിലും അങ്ങാടികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനിയും നമ്മൾ അക്കാര്യത്തിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, ഒക്ടോബറിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ചെറിയ വേഷങ്ങളും സാമാന്യം കുറച്ച് വലിയ വേഷങ്ങളും ധാരാളം കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അഭിനയിക്കാൻ മോഹമുള്ളവർക്ക് ഒക്ടോബർ ആദ്യ വാരം തന്നെ ഞാനൊരു മെയിൽ ID തരുന്നതായിരിക്കും. ആ മെയിൽ IDയിലേക്ക് നിങ്ങളുടെ 5 മിനിറ്റ് കൂടാൻ പാടില്ല, 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ, വിവിധ ഭാവങ്ങളിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ആ മെയിൽ IDയിലേക്ക് ഇടണം. അത് ഒക്ടോബറിൽ ആദ്യം മെയിൽ ID പറയും. ഒരു കാരണവശാലും വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ഫോളോ അപ്പ് വിളിക്കാൻ പാടില്ല. തിരഞ്ഞെടുക്കുന്നവരെ അങ്ങോട്ട് അറിയിക്കും, ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. അത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ പോകുന്നുണ്ട്. നിങ്ങൾ എന്നെ മറന്നു പോയിട്ടുണ്ട്. കുറച്ച് ദിവസമായി നിങ്ങൾ ഇതൊന്നൊക്കെ വിട്ട് വേറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നെ മറന്നു എന്നുള്ളത് സത്യം. മറന്നതിൽ ചെറിയ പരിഭവമുണ്ട് എനിക്ക്. എന്താണ് വരാത്തത് അല്ലെങ്കിൽ എന്തായി എന്നൊന്നും നിങ്ങളെ ഭാഗത്തുനിന്ന് ആരും ചോദ്യം കണ്ടില്ല. ആകെ കൂടി ചോദിക്കുന്നത് സുഡാപ്പികളും സഖാപ്പികളുമാണ്. സിനിമ തുടങ്ങുമോ, എന്നാ റിലീസ് എന്നൊക്കെ നോക്കി. ഞങ്ങൾ സിനിമ തുടങ്ങും. ഇതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. പിന്നെ ചിരി വരുന്നുണ്ട്, അട്ടഹസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ കാലമായി ഞാൻ ഈ കുറേ എണ്ണത്തിന് ഞാനെല്ലാം കൂടി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ തിളക്കിയാണ്, ഇവർക്ക് വരാൻ പറ്റുന്നില്ല. 4ഉം 5ഉം ഫേക്ക് അക്കൗണ്ടിലാക്കിയിട്ട് അലി അക്ബറിൻ്റെ കീഴെ വന്ന് മാന്തുക, ചൊറിയുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ. പക്ഷേ ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവരെ പൂട്ടിയിടുള്ളൂ. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങോട്ടൊന്ന് തന്നാൽ 2 അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടൊന്ന് തന്നാൽ അതിൻ്റെ ഇരട്ടി നല്ല വെയിറ്റിൽ തിരിച്ച് കൊടുത്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നടക്കരുത് എന്ന് പറഞ്ഞ് ഒരുപാട് സംഘങ്ങളുണ്ട്. അലി അക്ബർ കട്ടുകൊണ്ടുപോയി, അയ്യോ അലി അക്ബർ കടങ്ങളൊക്കെ തീർന്നു പറഞ്ഞ് ഒരു വാണിഭം നടത്തുന്ന സ്ത്രീയുണ്ട്. അവരും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ. അങ്ങനെ കുറേ ആൾക്കാർ, ആണായിട്ടും പെണ്ണിൻ്റെ പേരിലും ആണിൻ്റെ പേരിലും ആണും പെണ്ണും കെട്ട പേരിലും അയ്യോ പണം പോയേ, നിങ്ങളുടെ പണം പോയേ, സംഘികളെ പറ്റിച്ച് എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഏത് നമസ്കാരമാണെന്ന് പറയാലോ, ആ നമസ്കാരം കൊടുക്കുകയല്ലാണ്ട് മാർഗമില്ല. നമുക്ക് ഭയമില്ല. നമുക്ക് ആരോടും ഒരു കളവ് പറയേണ്ടതുമില്ല. അതാണ് നമ്മൾ ഇന്ന് വരെ അങ്ങനെ തന്നെ പോയത്. അതുകൊണ്ട് ഇനി സുഹൃത്തുക്കൾ കുറച്ച് സീരിയസ് ആവണം. സമയം നമുക്കിനി കുറച്ചേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാവണം. സാത്വിക യോദ്ധാവ് സുഡാപ്പികളാരും കാര്യം മൈൻഡ് ചെയ്യുന്നത്, കൊടുക്കാനുള്ളത് കൊടുക്കൽ, നല്ല കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു നമസ്തേ രാജേഷ്, നിതിൻ പ്രഭ, പുരുഷോത്തമം പട്ടന്നൂർ, നമിദാസ്, സുഡാപ്പികളെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തായാലും ഇന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. അമേരിക്കയിൽ നമുക്ക് വേണ്ടിയിട്ട് നാളെ രാവിലെ 7 മണിക്ക് അമേരിക്കയിൽ ഈ 1921 ഈ പറയുന്ന തൂവൂർ കിണർ, അതാണ് ഏറ്റവും സങ്കടം. നമ്മുടെ ആളുകൾ ശ്രദ്ധ കാണിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട് വിദേശത്തുള്ളത്. നാളെയാണ് അമേരിക്കയിൽ തൂവൂർ കിണറിൻ്റെ ഒരു പ്രഭാഷണവും മീറ്റിങ്ങും നടക്കുന്നത്. നമ്മൾ അക്കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ശരി, കോവിഡ് കാലമാണ്, എല്ലാവരും സൂക്ഷിക്കുക. പുറത്തിറങ്ങാൻ പറ്റാണ്ടായി.
ഈ ഗതികേട് ഒരു 5-10 മാസം കൂടി ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. 5-10 മാസം കഴിഞ്ഞാൽ എൻ്റെ ആ സിനിമയ്ക്ക് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. ജൂനിയർ മാൻഡ്രേക്കിന് ഒരു ആശ്വാസം കിട്ടുമോ എന്നുള്ളതാണ്. ഒരു കോള് വന്നതാ. അപ്പോൾ ജൂനിയർ മാൻഡ്രേക്കിലെ മാൻഡ്രേക്കിനെ ഒന്ന് തിരിച്ചു താ എൻ്റെ പിണറായി വിജയ. ഇനിയും എൻ്റെ കഥാപാത്രത്തെ ഇത്രമാത്രം അപമാനിക്കരുത്. ജനങ്ങൾ സഹിച്ചു മടുത്തു എന്നുള്ളതാണ്. ഈ 6 മണിയാവുമ്പോൾ മൂശേട്ട, നമ്മളങ്ങനെ പറയാം, മൂശേട്ട കയറി വരുന്ന മാതിരി കേരളത്തിലെ സകല കുടുംബങ്ങളെയും ഒരു വല്ലായ്മയിലേക്ക് ത്രിസന്ധ്യ സമയത്ത് വന്ന് കണ്ണുരുട്ടി കാണിച്ച് ബഹളം വെച്ച് മരണത്തിൻ്റെ ദൂതുമായിട്ട് വരുന്ന പ്രിയ മുഖ്യമന്ത്രി കുറച്ച് ദിവസമെങ്കിലും ഈ മനുഷ്യർക്കൊരു ആശ്വാസം കൊടുക്കണേ എന്നുള്ളൊരു അഭ്യർത്ഥന നമുക്ക് എല്ലാവർക്കും കൂടി വയ്ക്കാം. അതേപോലെ ഈ 10 മാസം കഴിഞ്ഞ എനിക്ക് തിരിച്ചു കിട്ടണം. അത് എടുത്തുകൊണ്ട് പോയിട്ട് കുറേ കാലമായി. ദിവസമല്ല, കുറേ കാലമായി. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ടേക്ക് കെയർ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. 1921 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിൻ്റെ ഭംഗിയായി ചിത്രീകരിച്ച് പൂർത്തിയാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയട്ടെ. അതിനുള്ള പ്രയത്നത്തിലാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം. മാൻഡ്രേക്കിനെ പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. മാൻഡ്രേക്കിനെ പറ്റി പറയട്ടെ. ചിത്തഭ്രമം അതിപ്പോൾ അങ്ങനെ ആ ഭ്രാന്ത് ഇനിയും കൂടും. നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭ്രാന്ത് മൂർധന്യാവസ്ഥയിലേക്ക് വരും. കാരണം ജനങ്ങളുടെ പ്രാക്കാണ്. പൊതുജനങ്ങളുടെ പ്രാക്ക് ഇത്രയും കിട്ടിയിട്ടുള്ള ഒരു നേതാവ് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും വലിയ പ്രാക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആ ശർക്കരയിലെ ജഡ്ഡി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പല്ലി, ജഡ്ഡി, പപ്പടം, അതിനേക്കാളും കഷ്ടം. എത്ര കോടി രൂപയാണ് പപ്പടത്തിന് വേണ്ടി? 17 കോടി രൂപയാണ്. എന്നിട്ട് പപ്പടം തിരിച്ചു താ എന്ന് പറഞ്ഞു, അല്ലേ? ലൈഫ് എന്ന് കേട്ടാൽ അപ്പോൾ പുള്ളി ഭ്രാന്ത് പിടിക്കിപ്പോ. എല്ലാം നാശത്തിലേക്കാണ്. ഇപ്പം ലൈഫ് അന്വേഷിക്കാൻ ഇതാ CBI ഇറങ്ങിയിരിക്കുന്നു. ഇതിനെയും ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കേരളത്തിനെ മറക്കാം. ഇതിൻ്റെ അപ്പുറം ഒന്നും ഇനി സംഭവിക്കാനില്ല കേരളത്തിന്. ഇതിനപ്പുറം ഒന്നും സംഭവിക്കാവുന്നതിൻ്റെ പരമാവധി. ഓണം പോയി, വിഷു പോയി, ഒന്നുമില്ലാത്ത, പെരുന്നാളുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ കഷ്ടമാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ദുരിതം, ഒന്നിനു പുറകെ ഒന്ന്. ശബരിമല വിഷയം തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ നമുക്ക് സ്വസ്ഥത ഉണ്ടായിട്ടില്ല. അപ്പോൾ മാൻഡ്രേക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ ഭരണസ്ഥാനങ്ങളിൽ നിന്ന് പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. ജനങ്ങൾ ഇതിട്ടെറിഞ്ഞ് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ നീട്ടുന്നില്ല, നമ്മൾ ഒരുപാട് സമയമെടുത്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറന്നു പോവാതിരിക്കുക. ഇങ്ങനെയൊരു സിനിമയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എപ്പോഴും എനിക്ക് ലൈവിൽ വരാൻ കഴിയില്ല. എഴുത്ത് പണി അത്രയും കഠിനമാണ്. രാവിലെയും രാത്രിയും കുത്തിയിരുന്ന് എഴുതിയാലേ തീരുള്ളൂ. ഇനി അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം വിട്ടിപ്പോകരുത്.
ഇനിയിപ്പോൾ ഒന്നിനെക്കുറിച്ചും മിണ്ടാൻ പറ്റില്ല. അത് ഇത് ലൈഫ് എന്ന് മിണ്ടി പോകാൻ പാടില്ല. ഒന്നിനെക്കുറിച്ചും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. സാത്വിക യോദ്ധാവ് കിടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി.